കളർകോട് അപകടം പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു. ഇനി അന്ത്യയാത്ര. കളർകോട് വാഹനാപകടത്തിൽ മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കോട്ടയം സ്വദേശി ദേവാനന്ദ്, ആലപ്പുഴ സ്വദേശി ആയുഷാജി, പാലക്കാട് സ്വദേശി ശ്രീദീപ്, ലക്ഷദ്വീപ് സ്വദേശി ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ എന്നിവരുടെ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയായത്. ഇവരുടെ മൃതദേഹങ്ങൾ ആംബുലൻസിൽ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. പാല മറ്റക്കരയിലെ വീട്ടിലായിരിക്കും ദേവാനന്ദിന്റെ സംസ്കാരം. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും സംസ്കാരം. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ ഖബറടക്കം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടക്കും. കോട്ടയം പൂഞ്ഞാർ സ്വദേശി ആയുഷിന്റെ സംസ്കാരം കുടുംബ വീടായ ആലപ്പുഴ കാവാലത്ത് നാളെ രാവിലെ 10 നടത്തും. പരിക്കേറ്റവർക്ക് വേണ്ട ചികിത്സാ സഹായം ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. അപകടം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലേക്ക് എതിർദിശയിൽ നിന്ന് വന്ന കാർ ഇടിച്ചു കയറുകയായിരുന്നു. സംഭവത്തിൽ 5 വിദ്യാർത്ഥികൾ തൽക്ഷണം മരിച്ചു. മറ്റുള്ളവർ ചികിത്സയിലാണ്. കനത്ത മഴ നിലനിന്നിരുന്നതിനാൽ നിയന്ത്രണം വിട്ടതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അരമണിക്കൂറോളം പരിശ്രമിച്ച ശേഷമാണ് വിദ്യാർത്ഥികളെ കാറിൽ നിന്നും പുറത്തെടുക്കാനായത്. കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് KSRTC ഡ്രൈവറായ രാജീവ് പറഞ്ഞു. കാർ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടിരുന്നു. ബസ്സിന്റെ വേഗത കുറയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ഡ്രൈവർ രാജീവ് പറഞ്ഞു. 15 വർഷത്തെ സേവന കാലയളവിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്നതെന്ന് കണ്ടക്ടർ മനീഷ് കുമാർ പ്രതികരിച്ചു.